ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കത്തോലിക്ക സഭ ജൂൺ 17 വിശുദ്ധരായ നിക്കാൻഡും മാർസിയനുൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് രക്തസാക്ഷിത്വം വരിച്ചവരാണ് വിശുദ്ധ നിക്കാൻഡും മാർസിയനും. ഇവർ കുറേ കാലം റോമൻ സൈന്യത്തിൽ സേവനം ചെയ്തവരാണ്. ക്രിസ്ത്യാനികൾക്കെതിരായി നടപടികൾ തുടങ്ങിയപ്പോൾ അവർ സൈന്യത്തിൽ നിന്നും രാജിവെച്ച് അത് കുറ്റമായി കണ്ട് വിചാരണ ചെയ്യപ്പെട്ടു, ശിരച്ഛേദം ചെയ്യപ്പെട്ടു. ലേഖനം വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ സ്വതന്ത്രനല്ലേ? ഞാൻ അപ്പസ്തോലനല്ലേ? ഞാൻ നമ്മുടെ കർത്താവായ യേശുവിനെ കണ്ടിട്ടില്ലേ? കർത്താവിന് വേണ്ടിയുള്ള എൻ്റെ അധ്വാനങ്ങളുടെ ഫലമല്ലേ നിങ്ങൾ? മറ്റുള്ളവർക്ക് ഞാൻ അല്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് തീർച്ചയായും ഞാൻ അപ്പസ്തോലനാണ്. നിങ്ങൾ കർത്താവിൽ എൻ്റെ അപ്പസ്തോല വൃത്തിയുടെ മുദ്രയാണ്. എന്നെ ചോദ്യം ചെയ്യുന്നവരോട് എനിക്കുള്ള മറുപടി ഇതാണ്: തിന്നുന്നതിനും കുടിക്കുന്നതിനും ഞങ്ങൾക്ക് അവകാശമില്ലേ? മറ്റ് അപ്പസ്തോലന്മാരും കർത്താവിൻ്റെ സഹോദരന്മാരും കേപ്പായും ചെയ്യുന്നത് പോലെ സഹോദരിയായ ഒരു സ്ത്രീയെ കൊണ്ട് നടക്കാൻ ഞങ്ങൾക്കും അവകാശമില്ലേ? ജോലി ചെയ്യാതിരിക്കാൻ ബാർന്നബാസിൻ്റെയും എനിക്കും മാത്രം അവകാശമില്ലെന്നോ? സ്വന്തം ചെലവിൽ സൈനിക സേവനത്തിന് പോകുന്നവനുണ്ടോ? മുന്തിരിത്തോട്ടം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫലത്തിൽ നിന്ന് ഭക്ഷിക്കാത്തവനുണ്ടോ? ആട്ടുംപറ്റത്തെ വളർത്തിയിട്ട് അതിൻ്റെ പാൽ കുടിക്കാത്തവനുണ്ടോ? ഞാൻ ഈ പറയുന്നത് കേവലം മാനുഷികമായിട്ടാണോ? നിയമം അനുശാസിക്കുന്നതും ഇതുതന്നെയല്ലേ? എന്തെന്നാൽ മോശയുടെ നിയമത്തിൽ എഴുതിയിരിക്കുന്നു, ധാന്യം മെതിക്കുന്ന കാളയുടെ വായ് നിങ്ങൾ മൂടിക്കെട്ടരുത്. കാളയുടെ കാര്യത്തിലാണോ ദൈവത്തിന് ശ്രദ്ധ? അവിടുന്ന് സംസാരിക്കുന്ന തന്ത്രത്തെയും നമുക്ക് വേണ്ടിയല്ലേ? ഒഴുകുന്നവൻ പ്രതിഫലച്ചയോടും മെതിക്കുന്നവൻ ഓഹരി ലഭിക്കുമെന്ന പ്രതീക്ഷയോടും കൂടി ജോലി ചെയ്യുന്നതിന് നമുക്ക് വേണ്ടി ഇതെഴുതപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആത്മീയ നന്മകൾ വിതച്ചെങ്കിൽ നിങ്ങളിൽ നിന്ന് ഭൗതിക ഫലങ്ങൾ കൊയ്യുന്നത് അധികപ്പറ്റാണോ? നിങ്ങളുടെ മേലുള്ള ഈ ന്യായമായ അവകാശത്തിൽ മറ്റുള്ളവർക്ക് പങ്കുചേരാമെങ്കിൽ ഞങ്ങൾക്ക് അതിന് കൂടുതൽ അർഹതയില്ലേ? എങ്കിലും ഞങ്ങൾ ഈ അവകാശം ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ക്രിസ്തുവിൻ്റെ സേവനത്തിന് ഒരു പ്രതിബന്ധവും ഉണ്ടാകാതിരിക്കാൻ എല്ലാം ഞങ്ങൾ സഹിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി. ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 64 മുതൽ 71 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട്. അവർ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു. യേശു പറഞ്ഞു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിനു ശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. യേശു 12 പേരോടായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ? എന്നാൽ നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. അവൻ ഇത് പറഞ്ഞത് ശിമയോൻ സ്കറിയോത്തയുടെ മകനായ യൂദാസിനെ കുറിച്ചാണ്. എന്തെന്നാൽ 12 പേരിൽ ഒരുവനായ അവനാണ് യേശുവിനെ ഒറ്റുകൊടുക്കാനിരുന്നത്. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി. വിചിന്തനം: പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് അവിടുത്തെ സ്വന്തമായി തീർന്നവരാണ് നാം.
മാമോദീസയിലൂടെ അവൻ നമ്മെ സ്വന്തമാക്കി. ഇനിയും നാം ക്രിസ്തുവിൻ്റെ വഴികൾ വിട്ട് നടക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം അവിടുത്തെ വചനം സ്വീകരിച്ച് അതിനനുസരിച്ച് ജീവിക്കാൻ മനസ്സില്ല എന്നതാണ്. ജഡികത നമ്മെ ഭരിക്കുമ്പോഴാണ് ദൈവവചനം നമുക്ക് അസഹ്യമാകുന്നത്. അപ്പോൾ ഈ വചനം കഠിനമാണ് എന്ന് നാം കരുതും. ഇത് ജീവിക്കാൻ ആർക്ക് സാധിക്കും എന്ന് പറഞ്ഞ് അവനെ നാം വിട്ടുപോകും. ആരൊക്കെ വിട്ടകന്നാലും താനാണ് പിതാവിലേക്കുള്ള വഴിയെന്ന് ഈശോയ്ക്ക് തീർച്ചയുണ്ട്. അതിനാൽ വചനത്തിൽ മായം ചേർക്കാൻ അവിടുന്ന് തയ്യാറാവില്ല. പത്രോസ്ലീഹായെപ്പോലെ നമുക്കും ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് പറയാം, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി.